ഗൈസ്, ഞാൻ അറിയുന്ന ഒരു പ്രായമുള്ള പ്രവാസിയായ ഇക്കാക്ക ഒരു ദിവസം തൻ്റെ റൂമിൽ വെച്ച് ഇങ്ങനെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് നാട്ടിലേക്ക്. അപ്പോൾ ആ സമയത്ത് നാട്ടിൽ നിന്നും അയാളുടെ ഭാര്യ അയാളുടെ ഫോണിലൂടെ അയാളുടെ ഉപ്പ മരിച്ചതിന് ശേഷം ആ കുടുംബം സ്ഥലം ഓഹരി വെച്ചു, അതിൻ്റെ ഇദ്ദേഹത്തിൻ്റെ ഓഹരിയായ പൈസ അവിടെ വന്നിട്ടുണ്ട് എന്ന വിവരം ഫോണിലൂടെ പറയുകയാണ്. അപ്പോൾ ഈ പറയുന്ന സമയത്ത് ഇദ്ദേഹം അതിൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഭാര്യയോട് പറയുന്നത് ആ റൂമിൽ തന്നെയുള്ള മറ്റൊരു മലയാളിയായ പ്രവാസി കേൾക്കണം. അയാളാണെങ്കിൽ ഇവിടെ ഒരു ഗ്രോസറി നടത്തുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ കുറച്ച് സാമ്പത്തിക പ്രയാസങ്ങളൊക്കെ നേരിട്ട് കൊണ്ടിരിക്കുന്ന സമയമാണ്. ലേബേഴ്സിൻ്റെ സ്റ്റാഫുകളുടെ വിസ പുതുക്കാനായിട്ടുണ്ട്, ലൈസൻസ് പുതുക്കാനായിട്ടുണ്ട്, പൈസ ഇല്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ കഷ്ടപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് ഈ ഇക്കാക്ക തൻ്റെ ഭാര്യയോട് പൈസയുടെ കാര്യം, അവിടെ പൈസ വന്നിട്ടുണ്ട് എന്ന വിഷയം പറയുന്നത് ഇയാൾ കേട്ടത്. സ്വാഭാവികമായിട്ടും അയാൾ അങ്ങനെ പ്ലാൻ ചെയ്തു, ഇയാളെ ഈ ക്യാഷ് എങ്ങനെയെങ്കിലും കിട്ടുകയാണെങ്കിൽ ഇയാളുടെ സ്ഥാപനം ഒന്ന് മെച്ചപ്പെടുത്താം എന്ന ചിന്തയിൽ അയാൾ മനസ്സിൽ ഇങ്ങനെ ജസ്റ്റ് ചിന്തിച്ച് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം തഞ്ചത്തിൽ ഈ കാക്കാൻ്റെ അടുത്ത് വന്ന് ഇയാൾ ഈ ഒരു കാര്യം അവതരിപ്പിച്ച്, അതായത് നിങ്ങൾക്ക് നാട്ടിൽ ഓൾറെഡി ഒരു ഫണ്ട് വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ ആ ഫണ്ട് എൻ്റെ ബിസിനസ്സിൽ, എൻ്റെ സ്ഥാപനത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കതൊരു വരുമാനമാവുകയും ചെയ്യും. പൈസ ഇങ്ങനെ ചിലവായി പോകുന്നതിന് പകരം നിങ്ങൾക്കതൊരു എല്ലാ സമയത്തും ഒരു വരുമാനം കിട്ടുന്ന രീതിയിൽ എൻ്റെ സ്ഥാപനത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, പാർട്ണർഷിപ്പ് ചേരുകയാണെങ്കിൽ നിങ്ങൾക്കും അത് വലിയൊരു ഉപകാരമായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ ഈ പ്രായമുള്ള സാധാരണക്കാരനായ ഇക്കാക്ക, കാരണം ഇവരൊന്നിച്ച് വർഷങ്ങളായ ഒരു റൂമിൽ താമസിക്കുന്നവരാണ്, കൂടുതലൊന്നും ചിന്തിക്കാതെ ഓക്കെ, ഞാൻ അതിൽ നിന്നും നിനക്ക് എത്രയാണ് വേണ്ടത്, ഞാൻ പൈസ എത്തിച്ചേരാം എന്ന് പറയുകയും അതുമായി ബന്ധപ്പെട്ട് അയാൾ എത്രയും പെട്ടെന്ന് തന്നെ നാട്ടിൽ നിന്ന് ആ ഫണ്ട് ഇങ്ങോട്ട് എത്തിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഈ ഗ്രോസറിക്കാരൻ ആ പൈസ ഉപയോഗിച്ചിട്ട് തൻ്റെ ബിസിനസ്സിൽ വേണ്ട കാര്യങ്ങൾ, സ്ഥാപനത്തിൽ വിസ പുതുക്കൽ, ലൈസൻസ് പുതുക്കൽ കാര്യങ്ങളൊക്കെ ചെയ്തു. ഇയാൾക്കാണെങ്കിൽ മാസം ഒരു ലാഭം എന്ന നിലയ്ക്ക് ഒരു സംഖ്യ അങ്ങനെ കൊടുത്തു. അങ്ങനെ മുന്നോട്ട് പോയി. കുറച്ച് കഴിഞ്ഞിട്ട് ഈ സ്ഥാപനത്തിൽ വീണ്ടും കച്ചവടമില്ല, കാര്യങ്ങളില്ല, ഈ ഇക്കാക്കക്ക് പൈസ കിട്ടണില്ല. ആ സമയത്ത് ഈ പൈസയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ആദ്യമൊക്കെ ഇങ്ങനെ കുറഞ്ഞ രീതിയിലൊക്കെ പല രീതിയിൽ കാര്യങ്ങൾ, അവസാനം ഒരു എല്ലാ പ്രവാസികൾക്കും സംഭവിക്കുന്ന പോലെ മാസങ്ങൾക്ക് ശേഷം ആദ്യം മാസങ്ങളെ കുറച്ച് പൈസ കിട്ടി, പിന്നെ പയ്യെ പൈസയും കിട്ടാതായി, ഒന്നുമില്ലാതായി. ആ ഗ്രോസറിക്കാരന് അയാളെ പ്രശ്നങ്ങൾ തീർന്നു. അതിൻ്റെ അടുക്ക് അയാൾക്ക് ബലതിയിൽ കുറച്ച് എന്തോ ഫൈന് കാര്യങ്ങൾ, ഇൻസ്പെക്ഷൻ വന്നിട്ട് കുറച്ച് ദിവസം സ്ഥാപനം അടച്ചിടേണ്ടി വന്നു. ചുരുക്കി പറഞ്ഞാൽ ഈ ഇക്കാക്കാക്ക്, പ്രായമുള്ള ഇക്കാക്കാക്ക് നാട്ടിൽ അയാളുടെ കുടുംബസ്വത്തായി കിട്ടിയ പൈസക്ക് തുമ്പില്ലാതായി. ഇതൊരാളുടെ കേസല്ല, ഒരായിരക്കണക്കിന് പ്രവാസികൾ ഗൾഫ് രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് UAE ഇതുപോലെ മറ്റൊരാൾക്ക് ബിസിനസ് നടത്തി ലാഭമുണ്ടാക്കുക എന്ന ഹലാലായ, തീർത്തും നല്ല ഉദ്ദേശത്തിൽ കൊടുത്ത പൈസക്ക് പിന്നെ തുമ്പില്ലാതെ അതിൻ്റെ പിന്നാലെ നടന്ന് കഷ്ടപ്പെട്ട് പ്രശ്നങ്ങളായി, തല്ലായി, നാട്ടിൽ കുറേ വീട്ടിൽ പോയി, അവിടെ പോയി, ഇവിടെ പോയി, ഇങ്ങനത്തെ കാര്യങ്ങളുമായി ജീവിതം തള്ളി നീക്കുന്ന ഒരുപാട് പ്രവാസികൾ ഓരോ ഏരിയയിലുമുണ്ട്. ഇതെങ്ങനെ സംഭവിക്കുന്നു? ഇത്രയും നിയമങ്ങളും കാര്യങ്ങളും സ്ട്രിക്റ്റായ ഈ രാജ്യത്ത് എന്തുകൊണ്ടത് സംഭവിക്കുന്നു എന്നറിയോ? അതുമായി ബന്ധപ്പെട്ടാണ് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാ പ്രവാസികളും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട പാർട്ണർഷിപ്പുമായി ബന്ധപ്പെട്ട ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങൾ ചെയ്തിരുന്നെങ്കിൽ ഈ ഒരു പ്രയാസം ഒരിക്കലും ഉണ്ടാകുമായിരുന്നില്ല. നിങ്ങളൊരു കാര്യം ആലോചിച്ചൊക്കെ ഇവിടെ നെസ്റ്റോ, ലുലു അടക്കമുള്ള വലിയ വലിയ സൂപ്പർ മാർക്കറ്റുകളൊക്കെ അവിടുത്തെ ആ സ്ഥാപനം നടത്തുന്നതിൻ്റെ എല്ലാ പൈസയും യൂസ്ഫുള്ളിയോ അല്ലെങ്കിൽ അതിൻ്റെ ഓണർമാരോ ഇൻവെസ്റ്റ് ചെയ്തിട്ടല്ല. ഓരോ സ്ഥാപനത്തിലും ഒരുപാട് പാർട്ട്നേഴ്സ് ഉണ്ട്. ആ പാർട്ട്നേഴ്സിനൊക്കെ അവർക്ക് വ്യക്തമായ രീതിയിൽ മാസം അല്ലെങ്കിൽ അതിൻ്റെ സമയത്തുമ്പോൾ അവരുടെ പാർട്ണർഷിപ്പ് ഓഹരി കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. ചെറുകിട സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ ഇതുപോലെ ഗ്രോസറി കഫറ്റീരിയയിൽ പാർട്ണർഷിപ്പ് ചേരുമ്പോൾ മാത്രം എന്താണ് ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? യെസ്, അതുമായി ബന്ധപ്പെട്ട അടിസ്ഥാന കാര്യങ്ങൾ അറിയാത്തത് കൊണ്ട്, അതുപോലെയുള്ള പേപ്പർ കാര്യങ്ങൾ ചെയ്യാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നുകിൽ റൂമിലോ അല്ലെങ്കിൽ പരിസരത്തൊക്കെ ഉള്ള പരിചയമുള്ള ആളുകളെ അടുത്താവുമ്പോൾ ഈ പ്രായമുള്ള കാക്കന്മാരെന്ന് പറഞ്ഞാൽ അവർക്ക് വേറെ ചതി, വഞ്ചന അവർ മനസ്സിൽ പോലും വരില്ല. അപ്പോൾ അവർ വിചാരിക്കും പൈസ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത് മാസം അതിൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ അവർ നോക്കി തന്നോളും എന്ന വിശ്വാസം ഉണ്ടല്ലോ, ആ വിശ്വാസത്തിന് മേലാണ് പൈസ കൊടുക്കേണ്ടത്. ബിസിനസ്സിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരാളെ പാർട്ണർഷിപ്പിൽ ചേരുന്ന സമയത്ത് കുടുംബ ബന്ധം, സുഹൃത്ത് ബന്ധം, പരിചയം, ഇതൊക്കെ നല്ലതാണ്. പക്ഷേ അത് മാത്രം പോരാ. ഇവിടെ ഇങ്ങനെ ബിസിനസ്സിൽ പാർട്ണർഷിപ്പ് ചേരുന്ന സമയത്ത് അതിൻ്റെ ബേസിക്കായ കാര്യം അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ്. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് സാധാരണക്കാരായ ആൾക്കാരില്ല, അവർക്ക് വേണ്ടിയിട്ടാണ്. അത്യാവശ്യം ഈ വിഷയങ്ങൾ അറിയുന്ന ആളുകൾക്ക് സ്കിപ്പ് ചെയ്ത് പോകാം.
ബിസിനസ്സിൽ നമ്മളൊരു പാർട്ണർഷിപ്പ് ചേരുമ്പോൾ അതിൻ്റെ ബേസിക് ഓഫ് ബേസിക് എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ഗ്രോസറിയിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം. ഒരു ABC ഗ്രോസറി ഉദാഹരണം പറയാം. ഈ ABC ഗ്രോസറിയിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് ചേരുന്ന സമയത്ത് ഈ പാർട്ണർഷിപ്പ് കൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? മാസം ആ സ്ഥാപനത്തിൽ ലഭിക്കുന്ന വരുമാനത്തിൽ നിങ്ങൾ എത്രയാണോ ഇൻവെസ്റ്റ് ചെയ്തത് അതിന് ആനുപാതികമായി നിങ്ങൾക്ക് ലാഭം കിട്ടണം. അതെങ്ങനെ കിട്ടണം? നിങ്ങൾ മരണത്തിന് ശേഷം വീട്ടിലെത്തണം ഇതിൻ്റെ ലാഭം. അതുപോലെ ഈ സ്ഥാപനം ഭാവിയിൽ വിൽക്കുകയാണെങ്കിൽ ആ സ്ഥാപനം എത്രക്കാണ് വിറ്റത് അതിൻ്റെ നിങ്ങളുടെ ആനുപാതികമായിട്ടുള്ള പാർട്ണർഷിപ്പിൻ്റെ തുക നിങ്ങൾക്ക് ലഭിക്കണം. അതാണ് പാർട്ണർഷിപ്പ്. അല്ലെങ്കിൽ കടം കൊടുക്കുക എന്നതിന് പറയാം, ശരിയല്ലേ? അപ്പോൾ അതിനെന്താണ് ചെയ്യേണ്ടത്? ആദ്യം പാർട്ണർഷിപ്പ് പൈസ കൊടുക്കുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ ചെയ്യാണ്ടേ. എന്താണ്? ആ സ്ഥാപനം ഇപ്പോൾ ABC ഗ്രോസറി എന്ന സ്ഥാപനത്തിൻ്റെ നിലവിലെ മതിപ്പ് വില നിങ്ങൾ കണക്കാക്കുക. അതും ആ സ്ഥാപനത്തിൻ്റെ മുതലാളി കണക്കാക്കുന്നതല്ല അതിൻ്റെ മതിപ്പ് വില. ആ സ്ഥാപനം പുറത്തേക്ക് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ വിൽക്കുകയാണെങ്കിൽ എത്രക്കാണ് വിൽക്കാൻ പറ്റുക? ഫോർ എക്സാമ്പിൾ ആ സ്ഥാപനം 1,00,000 ദിർഹമിന് വിൽക്കാൻ പറ്റുമെന്ന് നോക്കുക. ഒരിക്കലും എന്തല്ല കടക്കാരൻ പറയുന്ന വില ഇട്ടുകാണ്ട് അങ്ങനെയല്ല. 1,00,000 ദിർഹമാണ് ആ സ്ഥാപനത്തിൻ്റെ നിലവിലെ വില എന്ന് നിങ്ങൾക്ക് ഒരു പക്ഷേ നിങ്ങൾക്ക് ഒറ്റക്ക് അറിയില്ലെങ്കിൽ അറിയുന്ന ആളുകളോട് ചെക്ക് ചെയ്തിട്ട് ഒരു മതിപ്പ് വില കാണുക. ആ കാണുന്ന സംഖ്യ 1,00,000 ആണെങ്കിൽ നിങ്ങൾ കൊടുക്കുന്നത് 20,000 20,000 ദിർഹംസ് ആണെങ്കിൽ അല്ലെങ്കിൽ 25,000 എന്ന് പറയാം, 25,000 ദിർഹംസാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾ ആ സ്ഥാപനത്തിൽ 25% 25% ഓണറാണ് നിങ്ങൾ. അങ്ങനെയാണ്. അങ്ങനെ ഓണർഷിപ്പ് ആകുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകിൽ എന്താ ചെയ്യുക, രണ്ട് രീതി ചെയ്യുക. ഒരു 20% മേലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലൈസൻസിൽ പേര് ചേർക്കണം എന്ന് ഞാൻ പറയും. അപ്പോഴാണ് നിങ്ങൾക്ക് ലീഗലി അതിൻ്റെ ഓണർ ആവുള്ളൂ. അപ്പോൾ ലൈസൻസിൽ എന്ത് ചെയ്യുക, നിലവിലുള്ള ലൈസൻസിൽ അപ്പോൾ പേര് ചേർക്കാൻ പറ്റില്ലെങ്കിൽ ലൈസൻസ് പുതുക്കുന്ന സമയത്ത് നിങ്ങളെ പാർട്ണറായി അതിൽ ചേർക്കാൻ വേണ്ടി പറയുക. അപ്പോഴാണ് നിങ്ങൾ ലീഗലി അതിൻ്റെ പാർട്ണർ ആവുക. നിങ്ങൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ പോലും നിങ്ങളുടെ മക്കൾക്ക് അതിൻ്റെ പാർട്ണർഷിപ്പ് തുക എത്തണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ഒന്നുകിൽ ലൈസൻസിൽ തന്നെ പേര് ചേർക്കണം. ഇനി അതല്ല നിങ്ങൾക്ക് അങ്ങനെ ലൈസൻസിൽ പേര് ചേർക്കാൻ പ്രശ്നമാണ്, 100% ഓണർ അറബിയാണ്, പിന്നെ മറ്റുള്ള രീതിയിൽ ചെയ്യാനുള്ള ഫീസ് കൂടുതലാണെന്നൊക്കെ പറയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിലൊരു കരാറുണ്ടാക്കുക. ജസ്റ്റ് ഒരു പേപ്പർ കരാറുണ്ടാക്കി കഴിഞ്ഞാൽ ലീഗലി വാല്യൂ കിട്ടില്ല. അതിന് രണ്ട് രീതിയിൽ പരിഹാരമുണ്ട്. ഒന്നുകിൽ എന്ത് ചെയ്യുക, നാട്ടിലെ മുദ്ര പേപ്പറിൽ ഒപ്പിട്ടിട്ട് ഇവിടുത്തെ ദിർഹം എത്രയാണ് വാങ്ങിയത് അതിന് ഈക്വലായിട്ടുള്ള സംഖ്യ നാട്ടിലെ രൂപയിലാക്കിയിട്ട് ഇത്രയും പൈസ ഇയാൾ വാങ്ങിയിട്ടുണ്ട്, അതിന് ഇത്രയും പാർട്ണർഷിപ്പാണ്, ഇത്ര ശതമാനം, അപ്പോൾ ബിസിനസ്സിൻ്റെ ലാഭം എത്ര എമൗണ്ട് എന്ന് ബിസിനസ്സിൽ ലാഭം നിശ്ചിത തുക എന്ന് പറയാൻ പാടില്ല. അപ്പോൾ പലിശ ആവുന്നതാണ്. അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾക്ക് അത് അങ്ങനെ എഴുതണ്ട. നേരെ മറിച്ച് എന്താണ്, ആ ബിസിനസ്സിൽ 20% നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തെങ്കിൽ 20% ലാഭം എല്ലാ മാസവും വരവും ചിലവൊക്കെ കഴിച്ചിട്ടുള്ള ലാഭം നിങ്ങൾക്ക് തരാൻ ആൾ ബാധ്യസ്ഥനാണ്. ഇപ്പോൾ ഈ ഒരു പേപ്പർ ഉണ്ടാക്കണം എന്ന വിഷയം പറയാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഇത് ഉണ്ടാക്കാത്ത പക്ഷം പല ആളുകൾക്കും ഇതുപോലെ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. അധ്വാനിച്ച പൈസ അതുപോലെ ഓഹരിയായി കിട്ടിയ പാരമ്പര്യ സ്വത്തിൻ്റെ പൈസ ഒക്കെ മറ്റുള്ളവരുടെ കയ്യിൽ പെട്ടുപോയി പിന്നെ അതിൻ്റെ പിന്നാലെ സങ്കടപ്പെട്ട് നടക്കുന്ന കേസുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അതിന് ഇടവരുത്തുന്നത് നമ്മുടെ തന്നെ അബദ്ധമാണ്. മറ്റുള്ളവരുടെ കയ്യിൽ പെട്ടുപോകുന്ന പണം പിന്നെ വാങ്ങിയെടുക്കാൻ നിയമപരമായിട്ട് നമുക്ക് പേപ്പർ ഉണ്ടെങ്കിലാണ് പിന്നെ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ മധ്യസ്ഥ ചർച്ചകൾ അതൊക്കെ വലിയ വലിയ പ്രശ്നങ്ങളാണ്. നേരെ മറിച്ച് പേപ്പർ നമ്മളെ കയ്യിലുണ്ട് എന്ന് അറിഞ്ഞാൽ തന്നെ ആളുകൾ കുറച്ചും കൂടി നല്ല രീതിയിൽ നമ്മോട് പെരുമാറും. സാമ്പത്തികം ക്രയം ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി ശ്രദ്ധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഒരുപാട് ആളുകൾ ഇങ്ങനെ പണം പോയി കഷ്ടപ്പെടുന്ന കാണുന്നതിൻ്റെ സങ്കടം കൊണ്ടാണ് ഞാനിങ്ങനെ വീഡിയോ ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ അടുത്തുള്ള അഡ്വക്കറ്റുമായോ ഇതുമായി ബന്ധപ്പെട്ട IP സെൻറ്ററിലേക്ക് പോയി അന്വേഷിക്കുക. സംശയങ്ങൾ ഇവിടെ കമൻറ്റിലും ചെയ്യാം. ഞാൻ ഇൻഷാ അല്ലാഹ് പരമാവധി പറ്റുന്നത്ര റിപ്ലൈ ചെയ്യാം. പ്രവാസികൾക്ക് നല്ലൊരു ക്വാളിറ്റി ലൈഫ് ഉണ്ടാക്കി കൊടുക്കുക. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എനിക്കറിയുന്നത് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ചാനൽ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. UAE പ്രവാസികളുടെ വിസ സംബന്ധമായ കാര്യങ്ങൾ ഇതുപോലെ ജീവിത വിഷയങ്ങളൊക്കെ അവർ കുടുംബത്തിന് കൂടി മനസ്സിലാവുന്ന രീതിയിലുള്ള ടൈപ്പ് കണ്ടൻറ്റാണ് നമ്മൾ ചെയ്യുന്നത്. താല്പര്യമുള്ളവർക്ക് കൂടെ ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് വരും എപ്പിസോഡുകൾ സംസാരിക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ. അസ്സലാമു അലൈക്കും.